ടിപ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമുക്ക് കുറേ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാനുണ്ട്. കുറേ എണ്ണത്തിനൊക്കെ ഞാൻ ഒഴിച്ചു, ഇനി കുറച്ചുകൂടി ഒഴിക്കാനുണ്ട്. വൈകിട്ട് നമ്മൾ ഈയിടെ നട്ടുവെച്ച ചീനിയാട്ടോ, കുറേ ചീനിയുണ്ട്. നമ്മളല്ല, അവര്. ഏത്? ഞാനും അമ്മയും കൂടെ കുഴിച്ചു വെച്ചതായത്. ഞാൻ ഒരെണ്ണം നട്ടായിരുന്നു, അത് കണ്ടില്ല. ചോളമൊക്കെ ചുവന്ന മറ്റേ ഹെയർ കളർ ചെയ്ത മുടി പോലെ ആയില്ലേ? ഇത് കണ്ടോ? ചോളം ആവാറായെന്ന് തോന്നുന്നു. ചോളത്തിനൊക്കെ സ്പെഷ്യൽ വളം ഇടുന്നുണ്ട്, അറിയാവോ? അതെ 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 അതെ. ഇവിടെ ഏലത്തിനിടാനുള്ള തുള്ളി തുള്ളി വെച്ച് കട്ടുകൊണ്ട് വന്നിടുന്നു വളരാൻ. എന്നിട്ട് പേര് നാളിനും അതുകൊണ്ടാ എല്ലാം വളരുന്നതെന്ന്. വെള്ളം തീർന്നു. പിന്നെ എടുക്കണം. കുറെ പേരൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും വേണ്ട ഒരെണ്ണം കിടപ്പുണ്ട്. പക്ഷെ വേറെ ഒന്നും ഇല്ല, ബാക്കി എല്ലാം പറിച്ച് തിന്നു. വേണ്ട ഒറ്റ പേരയ്ക്കേ ഇപ്പൊ കിടപ്പുള്ളൂ, ബാക്കി എല്ലാ പേരയ്ക്കയും പറിച്ച് തിന്നു തീർത്തു. ചെടികളുണ്ട് അങ്ങേയറ്റം തൊട്ട്, ഇതിന്റെ ഒന്നും പേരറിയത്തില്ല. അത് ഇതിന്റെ അറിയാം, റോസ. ഇതും റോസയാന്ന് തോന്നുന്നു. അങ്ങനെ കുറെ ചെടികളുണ്ട് അങ്ങേയറ്റം വരെ. അമ്മച്ചി അവിടെ കാട് പറിക്കുക. പെട്ടെന്നാ പറിച്ചു തീർക്കുന്നത്. കുറെ കാട് പറിച്ചു കൂട്ടി. ഇവിടെ അത്രയും വിറക് അങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ അതിൽ കൂടുതൽ വിറക് ഇവിടെ കിടപ്പുണ്ട്. എന്തേരം വിറകാണോ ഇതൊക്കെ, എന്ന് കത്തിച്ചു തീർക്കാനാണോ എന്തോ. തീർത്ത് വെച്ചു മച്ചി. കിടക്കുന്നു അങ്ങോട്ട് നീണ്ട്. നിനക്ക് പറിക്കാൻ കഴിയല്ല. ഞാൻ പറിച്ചാ ശരിയാവത്തില്ല, എക്സ്പീരിയൻസ് ഇല്ല എനിക്ക്. അതൊക്കെ ഉണ്ടായിക്കോളും തന്നെ. ഞാൻ ഇങ്ങോട്ട് ഉണ്ടായപ്പം കാട് പറിച്ച് എക്സ്പീരിയൻസ് കൊണ്ടൊന്നും അല്ല വന്നത്. എന്റെ ആഗ്രഹം പോലത്തെ കാലാവസ്ഥയാണ്. രാത്രിയും മഴ പെയ്യും, ഉറങ്ങുമ്പോ നല്ല സുഖം. പക്ഷെ രാവിലെ തൊട്ട് പിന്നെ വെയില്. ഞാൻ പറഞ്ഞു തീർന്നുള്ളൂ. ഇടി വെട്ടാനാന്ന് തോന്നുന്നു. കണ്ടോ, ഇടിയും വെട്ടി ഇപ്പൊ മഴ പെയ്യാനാന്ന് തോന്നുന്നു. പറഞ്ഞു തീർന്നതേ ഉള്ളൂ. വെള്ളമെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് അത് സെറ്റാക്കി എടുക്കാം. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനി ഞാൻ പോയി കഴിക്കട്ടെ. വൈകുന്നേരമൊക്കെ ആയപ്പോഴേ മഴയില്ലായിരുന്നോണ്ടേ നല്ല രസമല്ലേ? ആകാശമൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ആകാശമൊക്കെ മാനം ചെമ്മാനമൊക്കെ വന്നല്ലേ? മറ്റേ മഞ്ഞ കളറി. ചില സമയത്ത് അങ്ങനെ കിട്ടും. പക്ഷെ വൈകുന്നേരം ആയപ്പോൾ നല്ല ഇടിയൊക്കെ മിറ്റി വന്നതായിരുന്നു, പക്ഷെ പെയ്തില്ല. നല്ല രസമുണ്ട്. നൂഡിൽസ് വന്നിട്ട് വിശപ്പൊക്കെ കുറഞ്ഞോ? അതുകൊണ്ട് ഓടി തീർക്കുക ആണോ വിശപ്പ് വരെ. കുഞ്ഞി അച്ചമ്മച്ചി നിലവിളക്കൊക്കെ കത്തിച്ചിട്ട് നാമം ചെല്ലിച്ചേക്കാം കേട്ടോ. എങ്ങനെയുണ്ട്? സന്ധ്യയൊക്കെ ആയിട്ട് കൊള്ളാം, നല്ല രസമില്ലേ? പിന്നെ മഴയില്ലാത്തതുകൊണ്ട് നല്ല രസം. അമ്പലത്തിലെ പാട്ടും ഈ ഒരു ആകാശമൊക്കെ കൊള്ളാം. അതിനവരെ നടന്നിട്ട് വന്നാലോ ആലിൻ്റെ അവിടം വരെ. എവിടെ? ആലിൻ്റെ അവിടം വരെ, അമ്പലത്തിന്റെ അവിടെ. നിനക്ക് തന്നെ പോയിട്ട് വരത്തില്ലേ? ഞാൻ ഓടിക്കളിക്കുമായിരുന്നു, അന്നേരമല്ലേ അച്ഛൻ പറഞ്ഞു. സന്ധ്യ ആയപ്പോ നിനക്ക് തന്നെ പോകാൻ പേടിയായോണ്ടല്ലേടാ? അല്ലല്ല, ഞാൻ ഓടിക്കളിക്കുമായിരുന്നു. സത്യം പറഞ്ഞു? അല്ലല്ല. നടക്കാൻ പോണോ? പോയിട്ട് വരാം. ഞാനാണ് മഴ തിന്ന പകല് മുഴുവൻ നല്ല പണിയായിരുന്നു. എന്നാ ഞാൻ പോയിട്ട് വരാം. തന്നെയോ? പിന്നെ നിന്നെ തന്നെ വിടാൻ എനിക്ക് അത്ര വിശ്വാസം പോരാ. ഞാനിവിടെ വരാം. സന്ധ്യ ആയപ്പോ നല്ല രസമുണ്ടല്ലോ ഇവിടെ കാണാൻ. നല്ല രസമല്ലേ? നല്ല രസമുണ്ട്. ആലിന്റെ ചോട്ടി വരെ പോയിട്ട് നോക്കാം. എങ്ങനെയുണ്ട്? സൂപ്പർ. നിഴൽ എങ്ങനെയുണ്ട്? അത് കൊള്ളാം. വൈകുന്നേരം ആൽത്തറയിൽ അമ്പലത്തിന്റെ ആൽത്തറ വന്നിരിക്കണമെന്നുള്ള ആഗ്രഹം അങ്ങ് പൂവണിഞ്ഞില്ലേ? അതെ അതെ, ഞാനുണ്ട്. നല്ല സുഖമല്ലേ ഇരിക്കാൻ? ചെറിയ കാറ്റുമുണ്ട്, തണുപ്പുമുണ്ട്. ആലിന്റെ ചോട്ടിലല്ലേലും നല്ല തണുപ്പായിരിക്കും മിക്കവാറും. അന്തരീക്ഷത്തിലെ ചൂട് ആലിന്റെ ചോട്ടിലാണ് അത്രയും കാണുകയില്ല. നല്ല ഇലയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പായിരിക്കും.
നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം വന്നിരുന്നോണം കേട്ടോ. ആ ഞാൻ മിക്കവാറും വരണമെന്ന് ഓർക്കുന്ന, പിന്നെ ഞാനങ്ങ് വരാതിരിക്കുന്ന. ആ പോയാലോ? പോയേക്കാം. അപ്പോൾ വൈകുന്നേരത്തെ പരിപാടിയൊന്നും കുഴപ്പമില്ലായിരുന്നല്ലോ അല്ലേ? ആ ഇനി അതൊക്കെ വീട്ടിലോട്ട് പോയേക്കാം നമുക്ക്. പോയേക്കാം. എന്നാലും രാത്രിയിൽ നല്ല സൂപ്പറാ അല്ലേ? അതെ അതെ. അങ്ങനെ കുഞ്ഞ് ട്രൈപോഡ് വാങ്ങിച്ചതിൻ്റെ ഉദ്ഘാടനമായിരുന്നു കേട്ടോ ഇത്. അതുകൊണ്ട് കുറെ ഷോട്ട് കിട്ടി. അത് വാങ്ങിച്ചുകൊണ്ട് ഉപകാരമുണ്ടല്ലേ? നേരത്തെ പൊട്ടിയും പോയി. എന്നാലും വലിയ കുഴപ്പമില്ല അല്ലേ? ആ കുഞ്ഞി ഇതുണ്ട്, ഇതാണ് നമ്മുടെ ഏലത്തിനൊക്കെ ഉള്ള കഴിക്കാനുള്ള ഒരു ഓർഗാനിക് വളമാണ് കേട്ടോ ഈ സാധനം. ഇതൊരു കാര്യം ചെയ്യും, നമുക്ക് ആദ്യം ഇവിടുത്തെ ചെടികൾക്കൊക്കെ ഒന്ന് പരീക്ഷിക്കാം. ആ ഒരെണ്ണം എടുത്തിട്ട് ആ വെള്ളത്തിനകത്ത് കലക്കിയിട്ട്, ഇതൊന്നും ചെടി പൂവൊന്നും ഇല്ലാതെ നിൽക്കുകയല്ലേ, ഇത് ശരിക്കും ഇതാണ് ഓർഗാനിക് സോയിൽ കണ്ടീഷണർ എന്നാണ് ഇതിൻ്റെ പേര്. ഈ സംഭവം ഈ ചെടിക്കെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അവിടെ ഒരു തക്കാളി ഇല്ലേ, ആ തക്കാളിയും കൂടെ ഒഴിച്ച് നമുക്കൊരു കുറച്ച് ദിവസം നോക്കി കഴിയുമ്പം കിട്ടും. ഇനി അത് നല്ലപോലെ അതിനകത്തോട്ട് കണ്ടോ, നല്ല പെട്ടെന്ന് ലയിക്കുന്നുണ്ടല്ലേ? ഇത് ഒരെണ്ണം ഇട്ടാൽ മതിയോ? ആ ഒരെണ്ണം മതി. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം, ഇളക്കി കൊടുക്കാം. വലിയ പാത്രത്തിൽ കാപ്പി എടുത്തോളുണ്ട്. അത് കൊള്ളാം. കുറച്ചെൻ്റെ അമ്മയ്ക്ക് കൊടുത്താലോ കാപ്പിയാന്ന് ശരിയാ, ഒരു കപ്പില് ഓർഗാനിക് അല്ലേ? മതിയോ? എല്ലാത്തിനും ഓരോ ചെറിയ കപ്പ് വെച്ച് കേട്ടോ, എല്ലാത്തിനും ചോട്ടിക്കൂടെ ഈ ബിന്ദു ചേച്ചിയൊക്കെ കൊണ്ടുവന്ന് ഒരു പാക്കറ്റ് ഇട്ടാലും നല്ല കളറുണ്ടല്ലേ? നമ്മുടെ ചെത്തിയാൽ ഇഷ്ടം പോലെ പൂവുണ്ടായിരുന്നു, പൂവൊന്നും ഇല്ലല്ലോ. ഒരു കാര്യം ഇതിനകത്തൊന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കാം. ആദ്യം ഒഴി വല്ലതും വരുമോന്ന് നോക്കാം. ഇനി അങ്ങോട്ട് ആ നിൽക്കുന്ന ചെടികൾക്കെല്ലാം ഒഴിക്കാം കേട്ടോ. ഇനി കുഞ്ഞിയുടെ കൃഷിയാ കേട്ടോ, ഇത് കുഞ്ഞിയെ ഏൽപ്പിച്ചേക്കുക കേട്ടോ. ആഹാ അത് കൊള്ളാലോ. അപ്പോൾ ഇതായാലും ഇനി പൂവുണ്ടാകണം, പിന്നെ ചെടിക്കൊന്നും ഒരു കുഴപ്പം വരാതെ നോക്കേണ്ടതൊക്കെ കുഞ്ഞിയുടെ ഉത്തരവാദിത്തമാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഇത്രയും കാര്യങ്ങൾ നീ നോക്കിക്കോണം കേട്ടോ. അരക്കപ്പ് വെച്ച് ഒഴിച്ചാൽ മതി, ഒരു കപ്പ് വേണ്ടത്. നമുക്കത് ഒഴിച്ച് കഴിഞ്ഞേച്ചേ ചെടിയുടെ വളർച്ചയൊക്കെ നോക്കാം. പറമ്പിൽ പോകണോ? ഇത് ഇന്ന് ഒഴിക്കാൻ നടക്കുകയല്ല, പിന്നെ മോട്ടറൊക്കെ വേറെ ഇടത്ത് കൊണ്ടുപോയി വെച്ചേക്കുക. നമുക്ക് അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ ഒഴിക്കാം. നിങ്ങളെ കൊണ്ട് ഇന്ന് പോകണമെന്നും കൊണ്ട് ഞാൻ ഇരുന്ന അന്നേരം മോട്ടർ വേറെ ഇടത്ത് കൊണ്ടുപോയി വെച്ചേക്കുന്നതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല. ആ ചുമലച്ചെടിയില്ല, ആ വെൽവറ്റ് ചെടി, അതിനും കൂടെ ഒഴിച്ചു കൊടുക്കണേ. അതിൻ്റെയൊക്കെ ചോട്ടിൽ കൂടെ ശലിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഓരോ കപ്പ് വെച്ച് ഒഴിച്ചാൽ എങ്ങനെ ഉണ്ടോ നോക്കണം. 2 എണ്ണം. ഒരെണ്ണം ഫുള്ള്. അത് മതി. തക്കാളിയില്ലേ, തക്കാളിക്ക് 2 കപ്പ് ഒഴിച്ചാൽ ചുറ്റും. 2 കപ്പ് വേണം. തീർന്നോ? ഈ സൈഡ് ഒഴിക്കും. ഓക്കെ. അത് മൊത്തം വഴുതനയ്ക്ക് ഒഴിച്ചേരെ. അത് ആ ഗ്രോ ബാഗിനകത്ത് വെച്ചോണ്ട്, അത് മണ്ണിനകത്ത് വെച്ചാൽ മതി. അപ്പോൾ രാവിലെ നമ്മൾ കുഞ്ഞിയെ കൊണ്ട് വളമെല്ലാം കലക്കി എല്ലാ ചെടിക്കെല്ലാം ഒഴിപ്പിച്ച് എല്ലാം റെഡിയാക്കി. ഇനിയിപ്പം അടുത്ത പരിപാടിയായിട്ട് പോവുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.